എല്ലാവർക്കും നമസ്കാരം. അപ്പം പോയ വർഷങ്ങളിലൊക്കെ നമ്മൾ ധാരാളം രാഗത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഓരോ രാഗവും രാഗത്തിൻ്റെ ഇമോഷൻസ്, രാഗങ്ങൾ, അത് ഞാൻ പൊതുവായി എനിക്കെന്താണ് ഓരോ രാഗവും ഇവോക്ക് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്നാണ് പറയാറുണ്ടായിരുന്നത്. ദർബാരി, കാനഡ, ദേശ്, അങ്ങനെ കാപ്പി, അങ്ങനെ നമ്മൾ ഓരോ രാഗങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധു ഭൈരവി, എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു രാഗമാണ് സിന്ധു ഭൈരവി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഒരു രാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ രാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് ഒരു അൾട്ടിമേറ്റ് ഒരു പീസാണ്. എന്നുവെച്ചാൽ അതിൽ കൂടുതലായിട്ടുള്ളൊരു പീസ് വേറെ കിട്ടാനില്ല എന്നെനിക്ക് തോന്നാറുണ്ട് ഈ രാഗം കേൾക്കുന്ന സമയത്തെല്ലാം. പിന്നെ കാമ്പോജി പോലെയോ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് ഒന്നും ഈ വ്യക്തിക്ക് അവകാശപ്പെടാനില്ല. വളരെ സൂതിങ് ആൻഡ് ലൈറ്റ് അക്കോർഡിംഗ് ടു മൈ നോളജ് കേട്ടോ. ഇനി അതും ഹെവി ആയിട്ട് പാടാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളുണ്ടോയെന്നൊന്നും എൻ്റെ അറിവ് കൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ കരുതുന്നത് ഇത് അത്രയ്ക്ക് ഹെവി ആയിട്ട് ചെയ്യാണ്ട് വളരെ ലൈറ്റ് ആൻഡ് സൂതിങ് ആയിട്ട്, പൊതുവേ ഞാൻ അങ്ങനെയാണ് അത് കേട്ടിരിക്കുന്നത്. ആ രാഗം ഞാൻ പെട്ടെന്ന് രാഗത്തിൻ്റെ പേര് ആദ്യം പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഏത് രാഗമാണ് ഇത്രയ്ക്കൊരു സമാധാനം തരുന്ന രാഗം എന്നുള്ളത്. അപ്പം ഓഫ്കോഴ്സ് ഈ മ്യൂസിക് തെറാപ്പിയിലൊക്കെ നമ്മൾ പല 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 രാഗങ്ങളൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പം ഈയിടെ നമ്മുടെ ദീപക് വർമ്മ സാറ് യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പം സാറ് ഈ രാഗ കണ്ടീഷനിങ് ഓഫ് ദ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ എനിക്ക് തീരെ അറിവില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കണ്ടീഷനിങ് കൊണ്ടാണോ നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ രാഗം കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരുന്നത് എന്ന് എനിക്കറിയില്ല. അതൊക്കെ കുറേ റിസർച്ച് വഴിയൊക്കെ കണ്ടുപിടിക്കേണ്ട, ഇനിയും അതിലേക്കൊക്കെ ഒത്തിരി വെളിച്ചം വീശേണ്ടിയിരിക്കുന്നുണ്ടാവാം. എന്തോ പഠനങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കറണ്ട് രാഗത്തിലോട്ട് വരാം. വളരെ കൊച്ചിലെ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ പഠിച്ചൊരു പ്രെയർ എന്ന് പറയുന്നത് ഈ ഒരു രാഗത്തിലാണ്. അതാണ് എനിക്ക് ആ രാഗമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്. ക്ഷകിന്നര ഗന്ധർവ സിദ്ധി വിദ്യാ ധരൈ സദാ സ്തൂയമാനം മഹാത്മാനം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം. ഗണേശാഷ്ടകത്തിൻ്റെ ഒരു ചെറിയ 4 വരിയാണ് കേട്ടോ. ഹൃദയ
വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഗൗതമ ബുദ്ധനെ കുറിച്ചൊക്കെ ഓർക്കുമ്പം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം, ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു അൾട്ടിമേറ്റ് ഒരു നമ്മളും നമ്മുടെ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു അൾട്ടിമേറ്റ് സാധനമാണ് ഹമീർ കല്യാണി എന്ന് പറയുന്ന രാഗം. എനിക്ക് പിന്നെന്താ അതിനെക്കുറിച്ച് ഇനി ഒത്തിരി സംസാരിക്കാം. പക്ഷെ ഞാൻ ഒരു രണ്ട് വാക്കല്ല അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾ കൂടുതൽ ഹമീർ കല്യാണി എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ പ്രിൻസ് രാമവർമ്മയുടെ അദ്ദേഹത്തിൻ്റെ നാ ജാനെ എന്ന് പറഞ്ഞിട്ട് ഒരു കീർത്തനം കേട്ടു. കേദാർ എന്ന രാഗമായിട്ട്, നോർത്തിൽ കേദാർ എന്ന് പറയുന്ന രാഗമായിട്ട് ഹമീർ കല്യാണിക്ക് റിസംബ്ലൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് ഞാൻ ഹമീർ കല്യാണിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു രാഗവുമായി കാണാം. നന്ദി, നമസ്കാരം.